പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് പാദവാർഷിക പരീക്ഷ താരീഖ് 3ാം ക്ലാസ്. എന്തൊക്കെ കാര്യങ്ങൾ പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കണം, ഏത് രൂപത്തിലൊക്കെ ചോദ്യങ്ങൾ വരും, അതുപോലെ തന്നെ ഏതൊക്കെ പാഠങ്ങളാണ് പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പഠിക്കേണ്ടതുണ്ട് എന്നതിനെക്കുറിച്ചൊക്കെയാണ്. വിശദമായി പരിചയപ്പെടുന്നതിന് മുന്നേ നമുക്ക് കഴിഞ്ഞ വർഷം നടന്ന പരീക്ഷയുടെ പേപ്പർ ഉത്തരസഹിതം നമുക്കൊന്ന് പരിചയപ്പെടാം. അതിനു മുന്നേ നിങ്ങൾ നൽകുന്ന സപ്പോർട്ടും ലൈക്കും കമൻറ്റും ഒക്കെ പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോ ചെയ്യാൻ ഞങ്ങൾക്കുള്ള പ്രചോദനം അതുതന്നെയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തത് വരുന്നത് യോജിച്ചവ ചേർക്കാൻ എന്ന ചോദ്യമാണ്. അതിൽ ബ്രാക്കറ്റിൽ ആമിന ബീവി എന്നുണ്ട്, ഹലീമ ബീവി, ജുർഹും, കിനാനയെ, അനു ഷിർവാൻ, അബ്ദുൽ മുത്തലിബ്, ഇങ്ങനെയാണ് ബ്രാക്കറ്റിലുള്ളത്. അതിൻ്റെ ചോദ്യങ്ങൾ നോക്കൂ. ഒന്നാമത്തത് ബനു സഅദ് ഗോത്രക്കാരിയാണ്, നമുക്കറിയാം ഹലീമ ബീവി. അതുപോലെ തന്നെ രണ്ടാമത്തത് വഹബിൻ്റെ മകൾ ആരാണ്? ആമിന ബീവി, അതാണ് ചോദിച്ചത്. മൂന്നാമത്തത് നബിയുടെ പിതാമഹൻ അബ്ദുൽ മുത്തലിബ്. നാലാമത്തത് ചക്രവർത്തി ആരാണ് ഇതിൽ വരുന്നത്? അനു ഷിർവാൻ മാത്രമേ ഇതിൽ ചക്രവർത്തിയുള്ളൂ, അപ്പോൾ അവിടെ അത് എഴുതി കൊടുത്താൽ മതി. അഞ്ചാമത്തത് ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെ സന്താനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്തു കിനാനയെ. ആറാമത്തത് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം വിവാഹം കഴിച്ച ഗോത്രം ജുർഹും ഗോത്രമാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് യോജിച്ചവ ചേർക്കാൻ കൊടുത്തതാണെങ്കിലും പാഠഭാഗങ്ങളിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട കണ്ടൻറ്റുകളാണ്, ഇതൊക്കെ മനസ്സിലാക്കി വെക്കുക. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. രണ്ടാമത് ചോദിച്ചിട്ടുള്ളത് പൂർത്തിയാക്കാം എന്നുള്ളതാണ്. ഈ പൂർത്തിയാക്കാം എന്നുള്ളത് ഓരോ പാഠഭാഗത്തിലെയും പ്രധാന കണ്ടൻറ്റുകളാണ്. അതുപോലെ തന്നെ എഴുതണം എന്നതാണ് കണക്ക്. പക്ഷേ പൂർണ്ണമായിട്ട് നമുക്കറിയില്ലെങ്കിൽ, ചെറിയ രൂപത്തിലൊക്കെ അറിയെങ്കിൽ അങ്ങനെ എഴുതിയാലും കുറഞ്ഞ മാർക്കൊക്കെ ഉസ്താദ് തരാതിരിക്കില്ല. കൃത്യമായിട്ട് അറിയില്ല എന്ന് കരുതി ആരും ഒഴിച്ചിടരുത്. ഒന്നാമത്തെ നോക്കൂ, നബി തങ്ങളുടെ 20ാമത്തെ പിതാമഹൻ അദ്നാൻ. 2, പരിശുദ്ധ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ മുസ്ലിമീങ്ങൾ മക്കയിലെത്തും. അപ്പോൾ മക്കയിലെത്തും എന്നതാണ് ശരിയായത്. മക്കയിലേക്ക് പോകും എന്നൊരാൾ എഴുതിയാൽ കുറഞ്ഞ മാർക്ക് ഉസ്താദ് കൊടുക്കില്ലേ, അതാണ് ഞാൻ പറഞ്ഞത്. മൂന്നാമത്തത് സമാവാത്ത് തായ്വരയിൽ സമുദ്ര സമാനമായ ജലപ്രവാഹമുണ്ടായി. പിന്നെ മൂന്നാമത്തത് വ്യക്തമാക്കാം എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അതിലൊന്ന് മക്കയിൽ ആദ്യം താമസക്കാർ. മക്കയിൽ ആദ്യം താമസിച്ചത് ആരാണ്? ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമും അവിടുത്തെ മാതാവ് ഹാജർ ബീവിയുമാണ്. രണ്ടാമത്തത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഗോത്രം ഖുറൈശി ഗോത്രക്കാരനാണ്. മൂന്നാമത്തത് അലീമ ബീവിയുടെ മകൻ ലമ്രത്ത്. നാലാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാവ് അബ്ദുള്ളയാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞ ഈ 2 ചോദ്യത്തിൽ പറഞ്ഞ വിഷയങ്ങളൊക്കെ പ്രധാനപ്പെട്ടതാണ്, മറന്നു പോകരുത്, ഓർമ്മയിലുണ്ടായിരിക്കണം. അടുത്ത ചോദ്യത്തിലേക്ക് വരുമ്പോൾ നാലാമത്തത് ഉത്തരം എഴുതാം എന്നുള്ള ചോദ്യത്തിൽ 4 എണ്ണം വരുന്നുണ്ട്. അതിൽ ഒന്നാമത്തത് മുലകുടി നിർത്തിയതിന് ശേഷം ഹലീമ ബീവിയുടെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താമസിച്ചു എത്ര കാലം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 2 വർഷക്കാലം മുലകുടി മാറ്റിയതിന് ശേഷം ഹലീമ ബീവിയുടെ അടുത്തുണ്ടായിരുന്നു. 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റെടുത്ത ശേഷം ഹലീമ ബീവിക്കുണ്ടായ നിഅമത്തുകൾ എന്തെല്ലാം? അനുഗ്രഹങ്ങൾ. നബിയെ ഏറ്റെടുത്ത് പാൽ കൊടുക്കാൻ വേണ്ടി ഏറ്റെടുത്ത ശേഷം ഉണ്ടായ അനുഗ്രഹങ്ങൾ. മെലിഞ്ഞ പാല് പറ്റിയ ആടുകൾക്ക് പാലും പുഷ്ടിയൊക്കെ ഉണ്ടായി, അവരൊക്കെ തടിച്ചു, പാല് വന്നു. മൂന്നാമത്തത് മക്കയുടെ ഉപനാമങ്ങൾ, മറ്റ് നാമങ്ങൾ എന്തൊക്കെയാണ്? ഉമ്മുൽ ഖുറ, ബക്ക. നാലാമത്തത് മാതാവ് ആമിന ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുല കൊടുത്ത ദിവസം എത്രയാണ്? 7 ദിവസം മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടുത്തെ ഉമ്മയായ ആമിന ബീവി പാൽ കൊടുത്തിട്ടുള്ളത്. ഈ ചോദ്യങ്ങളൊക്കെ പ്രധാനപ്പെട്ടതാണ്, പരീക്ഷാ പാഠഭാഗങ്ങളിലെ പ്രധാന ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അത് നമ്മൾ നന്നായി പഠിക്കണം. ഈ പരീക്ഷയ്ക്കും അതിൽ നിന്ന് 2ഓ 3ഓ ചോദ്യങ്ങൾ എന്തായാലും വരും. അഞ്ചാമത്തത് പൂരിപ്പിക്കാം എന്നുള്ളതാണ്. ഒന്നാമത്തത് ക്രിസ്താബ്ദം 571 അവിടെ എഴുതി കൊടുക്കേണ്ടത്. ഏപ്രിൽ 21, റബിയുൽ അവൽ 12, തിങ്കളാഴ്ച രാവ്, പ്രഭാതത്തോട് അടുത്ത സമയം മക്കയിൽ ഒരു കുഞ്ഞ് ജനിച്ചു. ആ ബുക്കിൽ പറഞ്ഞ ആ വിഷയം അതുപോലെ അങ്ങ് പൂരിപ്പിച്ചു കൊടുത്താൽ മതി. രണ്ടാമത്തത് കിനാനത്തുൻ ഹുസൈമത്തുൻ വാ മുദിരിക ഇല്യാസു സുമ്മാ മുളറുൻ കുൻ മുദിരിക നിസാറുഹും അദ്ദുഹും അദ്നാനു തർതീബുഹും താബിഹിത്തിബിയാനു. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പാപ്പമാരെ പരിചയപ്പെടുന്ന പാഠഭാഗത്തിലുള്ള ഒരു ബൈത്താണ്. ഇത് നമ്മൾ ഇതുപോലെ പഠിച്ചു വെക്കുക. ചിലപ്പോൾ ബ്രാക്കറ്റിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എഴുതാനും പൂരിപ്പിക്കാനൊക്കെ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് ഈ ബൈത്ത് നമ്മൾ ഈ ഒരു ഈണത്തിൽ അങ്ങ് വേഗം പഠിച്ചു വെക്കുക. ഈ ഒരു ചോദ്യപേപ്പർ ആൻസർ ചെയ്യുന്നതിലൂടെ നമുക്ക് ഏത് രൂപത്തിലാണ് ചോദ്യങ്ങൾ വരിക എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ, നല്ലൊരു ഐഡിയ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് മറ്റൊരു വർഷത്തെ ചോദ്യപേപ്പർ കൂടെ കാണാം. അതാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. നമ്മളിപ്പോൾ വായിച്ച ചോദ്യപേപ്പറിലുള്ള പല ചോദ്യങ്ങളും ഈ പേപ്പറിലും വന്നിട്ടുണ്ട്.
വളരെ എളുപ്പമുള്ള രൂപത്തിലാണ് ഈ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകുന്ന രൂപത്തിലായതുകൊണ്ട് ഇതും കൂടെ ആൻസർ പറഞ്ഞിട്ട് വീഡിയോ ദീർഘിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാകും. പിന്നെ നമുക്ക് താരീഖിൽ നിന്ന് പഠിക്കാനുള്ള പാഠഭാഗങ്ങൾ 6 എണ്ണമാണ്. 6 പാഠങ്ങളും നന്നായി പഠിക്കുക. അതിൽ തന്നെ അവസാനത്തെ 2 പാഠങ്ങൾ 5ഉം 6ഉം കൃത്യമായി നമ്മൾ നല്ലോണം പഠിക്കണം. അതുപോലെ തന്നെ പാഠഭാഗങ്ങളിൽ വരുന്ന ഹിജറ വർഷങ്ങൾ, ക്രിസ്താബ്ദം, മറ്റുള്ള പേരുകൾ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അള്ളാഹു നമുക്കൊക്കെ നല്ല വിജയം നൽകട്ടെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു എന്നുറപ്പ് വരുത്തുക. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പറ്റുമെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടെ എത്തിക്കുക.